കെ.ടി. ജലീൽ പി.കെ. ഫിറോസ് വാക്പോരിൽ ഇടപെടാതെ ലീഗ് നേതൃത്വം. ജലീലിന്റെ അഴിമതി ആരോപണത്തിന് ഫിറോസ് തന്നെ മറുപടി നൽകുമെന്നാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാട്. കാര്യങ്ങൾ പി.കെ. ഫിറോസ് തന്നെ വ്യക്തവും വ്യവസ്ഥാപിതവുമായ രേഖകൾ വെച്ച് സമർത്ഥിച്ചിട്ടുണ്ടെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. എന്നാൽ നുണ പറയാൻ താൽപര്യമില്ലാത്തതുകൊണ്ടാണ് ലീഗ് നേതൃത്വം വിഷയം ഏറ്റെടുക്കാത്തതെന്ന് കെ.ടി. ജലീൽ പറഞ്ഞു. മലയാള സർവകലാശാലക്ക് ഭൂമി വാങ്ങിയതിൽ വല്ല അഴിമതിയും നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഉന്നയിക്കേണ്ടതും പറയേണ്ടതും തിരൂരിനെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗിന്റെ MLA അല്ലേ കുറുക്കോളി മൊയ്തീൻ സാഹിബ്? എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വിഷയം ഇന്നുവരെ പറയാതിരുന്നത്? മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ ജില്ലക്കാരനാണ് മുനവർ അലി ശിഹാബ് തങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ? എന്താണ് പറയാത്തത്? ഇതിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് അവർക്കൊക്കെ അറിയുന്നത് കൊണ്ടാണ് അവർ പറയാത്തത്. ഫണ്ട് മുക്കൽ, ഹവാല ഇടപാട്, ഇതിലൂടെയെല്ലാം സമ്പാദിച്ചിട്ടുള്ള പണം കൊണ്ട് സ്വദേശത്തും വിദേശത്തും കെട്ടിപ്പൊക്കിയിട്ടുള്ള ബിസിനസ് സാമ്രാജ്യങ്ങൾ, ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ വേണ്ടിയാണ് ശ്രീ പി.കെ. ഫിറോസ് ഇപ്പോ ഇങ്ങനെ ഒരു കാര്യം ഉന്നയിക്കുന്നത്. ഫിറോസിന്റെ പറയുന്നുണ്ട്. ഫിറോസ് വളരെ വ്യക്തവും എന്താ പറയാ വ്യവസ്ഥാപിതമായ രേഖകൾ വെച്ചുകൊണ്ട് തന്നെ ഫിറോസിന് മറുപടി പറയുന്നുണ്ട്. അത് മതി. മുബഷീർ പി. അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷീർ, ഈ വിഷയത്തിൽ ഇടപെടേണ്ടതേ ഇല്ല എന്നുള്ളതാണോ ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്? പി.കെ. ഫിറോസിന് ഒരു തരത്തിലുള്ള പിന്തുണയും നൽകുന്നില്ലേ? പി.കെ. ഫിറോസിന് മുസ്ലിം ലീഗിൽ നിന്നും ഒരു തരത്തിലുള്ള പിന്തുണയും കൊടുക്കുന്നില്ല. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഒരു വിഷയത്തിൽ ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് കെ.ടി. ജലീൽ ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യമായിട്ടാണ് പി.കെ. ഫിറോസിനെതിരെ കെ.ടി. ജലീൽ തുടർച്ചയായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ പ്രതികരണവുമായിട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ രംഗത്ത് വരുന്നത്. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ പി.കെ. ഫിറോസ് തന്നെ വ്യക്തവും വ്യവസ്ഥാപിതവുമായ രേഖകൾ വെച്ച് സമർത്ഥിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ട്. അതിൽ കൂടുതൽ പറയാനില്ല. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളൊന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല, ഫിറോസ് തന്നെ പറഞ്ഞുകൊള്ളും എന്നുള്ളതാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതിനെ കെ.ടി. ജലീൽ വ്യാഖ്യാനിക്കുന്നത് ഒരു ഭാഗത്ത് പി.കെ. ഫിറോസ് കൊണ്ടുവന്ന ആരോപണങ്ങളൊക്കെ തന്നെ, തനിക്കെതിരെ കൊണ്ടുവന്ന ആരോപണങ്ങളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണെന്ന് ലീഗിന് തന്നെ മനസ്സിലായതുകൊണ്ടാണ്. ഒരു ഭാഗത്ത് മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നേരത്തെ യൂത്ത് ലീഗ് ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണങ്ങളാണ് ഇപ്പോൾ ഫിറോസിനെതിരായ പലതരത്തിലുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൊണ്ടുവരുന്നത്. അത് മുസ്ലിം ലീഗ് നേതാക്കളൊന്നും തന്നെ ഏറ്റെടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം മലയാളം സർവകലാശാല ഭൂവിവാദവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ഇതുവരെ ഉന്നയിക്കാതിരുന്നത്? തിരൂരിലെ MLA എന്തുകൊണ്ട് ആ ഒരു നടപടിയുമായി മുന്നോട്ട് പോയില്ലെന്നൊരു ചോദ്യമാണ് ഒരു ഭാഗത്ത് കെ.ടി. ജലീൽ ഉന്നയിക്കുന്നത്. നേരത്തെ പി.കെ. ഫിറോസിന്റെ പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ട്. അദ്ദേഹം ദുബായ് കേന്ദ്രീകരിച്ചുള്ള ഒരു കമ്പനിയിൽ 5.25 ലക്ഷത്തോളം രൂപ മാസശമ്പളം വാങ്ങി ജോലി ചെയ്യുന്നുണ്ടെന്ന ആരോപണങ്ങൾ ഉൾപ്പെടെ പി.കെ. ഫിറോസിനെതിരെ കെ.ടി. ജലീൽ ഉന്നയിച്ചിരുന്നു. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ ആ നിലയിൽ തന്നെ തുടരുകയാണ്. അതിനിടയിൽ മുസ്ലിം ലീഗിന്റെ നിലപാടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. റോഷ്നി, പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ് ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്. മുബഷീർ പി. അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്.